അണ്ണാ അണ്ണാ തൈതിൽ കൂടെ വെള്ളം ഒഴിയണ്ണ. ഇന്നിപ്പോൾ വളം ഇട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ പ്ലാന്റും നട്ട് വരുന്നതേ ഉള്ളൂ. ഇത് ചീമനെല്ലി, അതുപോലെ തന്നെ മുരിങ്ങ, അമൃതാത്തി എന്ന് പറയും, എല്ലാവർക്കും അറിയത്തില്ല, അഗസ്തി, നെല്ലി, കാട്ടുനെല്ലിയാണേ. ബനാന സപ്പോർട്ട എന്ന് പറയും. പക്ഷേ അത് കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഇത് സായിപ്പനെല്ലി, നമ്മളെ പഴമയുടെ ഒരു രസമാണ് ഈ ഒരു സായിപ്പനെല്ലി എന്ന് പറഞ്ഞാൽ. നമ്മളോട് സായിപ്പനെല്ലി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മരത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. സംഭവം അവിടെ ഒരു പ്ലാന്റ് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പറഞ്ഞ് കേട്ടിട്ട് മേടിച്ചതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്ത് പ്ലാന്റ് ആണെന്ന്. എന്തായിരുന്നാലും നട്ടു, വളർന്നു വരട്ടെ. ഇതെന്ന് പറയുമ്പോൾ ഒട്ടുമാവാണ്. ഇത് കുള്ളമാവെന്ന് പറയും. ഇത് നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണ്. ഒരു തരം ആത്തിയാണ്. ഇത് എന്താണെന്ന് പറഞ്ഞില്ല, സ്പെഷ്യലായിട്ടുള്ളൊരു ആത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതിനകത്തൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ ജെല്ല് ടൈപ്പുള്ള ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാങ്കോസ്റ്റീൻ്റെ കണക്ക് പൊളിച്ച് തിന്നുന്നത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുളിപ്പാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞത്. പുളിപ്പും മധുരവും കൂടെയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് എല്ലാം അവർ പറഞ്ഞ ആകർഷണം വെച്ചാൽ മേടിച്ചതാണ്. ഇതെനിക്കറിയാം. ഈ സാധനം ഇത് നമുക്ക് അമ്പഴങ്ങയാണ്, മധുര അമ്പഴങ്ങ. പക്ഷേ സൂപ്പറാണ് കേട്ടോ. ഇത് ആ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നിറച്ച് കാച്ചിട്ടുള്ളൊരു മരമാണ്. ഒരുപാട് ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. പിന്നുള്ളത് നമ്മളെ റെഡ് ലേഡിയാണ്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരവും നല്ല രക്ത കളർ ചുവപ്പാണ് ഇതിൻ്റെ കായ്ക്കെന്ന് പറഞ്ഞാൽ. അത് പഴുത്ത് വരുമ്പോഴത്തേക്ക് സൂപ്പറാണ് കേട്ടോ, സൂപ്പർ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മൊത്തത്തിലൊരു 3-4 പീസ് അങ്ങ് വെച്ച് പിടിപ്പിച്ചു കണ്ടോ. ഇത് അതുപോലെ തന്നെ 3-4 സ്ഥലത്ത് അങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ സാധാരണ സപ്പോർട്ട. നമ്മുടെ ആൾ കണ്ട അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ആൾ ഭയങ്കര കെയറിങ്ങാണ് ഇതിനൊക്കെ. ഇതിൻ്റെയൊക്കെ മൂട്ടിൽ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ മൂട്ടിൽ വേണ്ട ചെറിയ ചെറിയ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വഴുതനങ്ങ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക, ഇങ്ങനെ കുറേ വേണ്ട അതെല്ലാം പ്ലാന്റേഷൻ ചെയ്തേക്കുന്നതാണ്. ആൾ നട്ട് പിടിപ്പിച്ചിട്ട് ആത്മാർത്ഥമായിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെയൊക്കെ വളർത്തിക്കുന്നത്. ഇത് നമ്മുടെ ചതുരപ്പുളിച്ചി എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണിത്. മധുരവും പുളിപ്പും ഒക്കെ ഉള്ള ശരിക്കും വാട്ടർ കണ്ടൻറ്റാണ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ വേണ്ട ഇതിനെ കൂടെ ഒഴിക്കണം. നല്ല ഇത് നട്ടേ. പിന്നെ പേരയ്ക്ക, അതുപോലെ തന്നെ ഇതിൻ്റെ മരം മേടിച്ച് നട്ടെന്നേ ഉള്ളൂ, എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ അതാ ഇത് റംബൂട്ടാൻ, ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയ്ക്ക. ഓക്കെ, പിന്നെ നമ്മുടെ പഴയ ഒരു തെങ്ങ് ഇതിനകത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ താഴോട്ടാണ് നട്ടേക്കുന്നത്. ഇത് നമ്മുടെ സാധാ പുളിച്ചി, ഒത്തിരി കായ്ക്കും. പക്ഷേ ഈ കൃഷിക്ക് ഒത്തിരി കായ്ക്കുമെങ്കിലും ആർക്കും അത്ര ഇഷ്ടമല്ല. ഇതിനകത്ത് എന്തോ പെരിഫിന എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. കുറച്ചേ കഴിക്കത്തുള്ളൂ. എപ്പോഴാകും കൂടി ഒരു മീൻ കറിയിലിടാൻ വേണ്ടിയൊക്കെ ഇതെടുക്കത്തുള്ളൂ. പാവമരം ശരിക്കും കാച്ചി തരും. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വിൽക്കുമല്ലോ ഒരു നീലൊക്കെ ഞാറയ്ക്ക. അപ്പോൾ അവർ കൊണ്ടുവന്ന് വിറ്റ് നമ്മൾ മേടിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചിട്ട് ഞാനതും കൂടെ അങ്ങ് പ്ലാന്റേഷനിൽ നട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഇതാ നമ്മളിതിനകത്ത് കരിയപ്പനുണ്ട്, മാവുണ്ട്, റംബൂട്ടാൻ പൂത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം പോയിട്ട് താഴോട്ടും കൂടെ കുറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ബാക്കി ഭാഗത്തോട്ടും സ്ഥലമൊന്നും കളഞ്ഞില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് എപ്പോഴും കഴിക്കുന്ന ഒരു മാവാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇതാണ്ട ഇവിടെ തീ ഇട്ടായിരുന്നു, ഇവിടെ വർക്ക് നടക്കുന്നുണ്ടേ. അപ്പം അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, എങ്കിലും ആൾ ഉയരിട്ട് വരുന്നുണ്ട്. പിന്നെ അതെ ഇത്ര ഒട്ടുമാവ് കാച്ചിട്ടുണ്ട്. ഇനി ഇതാണ്ട ഇവിടെ ജോലിക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ നടു ഒടിഞ്ഞു പോയി. അങ്ങനെ അത് കെട്ടി വെച്ചിട്ട് മാങ്കോസ്റ്റീനാണ് കേട്ടോ ഈ ഒരു പരിപാടി. വരിക്കയാണ്, അവർ എപ്പോഴും കഴിക്കുമെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇത് ഉണ്ട്. എല്ലാ സമയത്തും സീസണൊന്നുമല്ല, എല്ലാ സമയത്തും കായ്ക്കും.
പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പ് ലൈൻ കൊടുത്ത് റെഡിയാക്കാമെന്ന് പറഞ്ഞായിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ വർക്കുകളിവിടെ നടന്നു വരുന്നേ ഉള്ളൂ. വർക്കൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ സാമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും മടക്കം.